നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് വാസ്തുവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഒരു വീടിന്ന് വ്യത്യസ്തമായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഉള്ളൂരിനടുത്ത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് 7.16 സെൻറ്റിൽ ആധുനിക രീതിയിൽ പൂർത്തിയാക്കിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള പ്ലാനും ഒരു കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു നല്ല വീട് പണിയാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടാണ് ഈ വീട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു രൂപകൽപ്പന ചെയ്ത ഒരു വീടാണ്. ഇതിൻ്റെ എലിവേഷൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ നോക്കുമ്പോഴും അത് നമുക്ക് ബോധ്യപ്പെടും. ഇതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചയായിരുന്നാലും അകത്തോട്ട് വീടിനകത്തുള്ള ഇൻറ്റീരിയർ ശ്രദ്ധിച്ചാലും ഇന്നത്തെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഒരു നല്ല വീട് എന്ന് തന്നെയാണ് ഇത് നമുക്ക് അർത്ഥമാക്കേണ്ടത്. ഇതിൻ്റെ പ്ലോട്ട് ഏരിയ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 7.16 സെൻറ്റും ഇത് 2021 പൂർത്തിയാക്കിയ ഒരു വീടുമാണ്. അതിൻ്റെ മൊത്തം വീടിൻ്റെ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞത് 2527 സ്ക്വയർ ഫീറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ 1226, അതേ ഏരിയ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ 1226 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളിൽ ആദ്യം നോക്കുമ്പോൾ ഇതിൻ്റെ ദർശനം ഒരു പ്രധാന കാര്യമാണല്ലോ. ഒരു വീട് വയ്ക്കുമ്പോൾ ആദ്യം വീടിൻ്റെ ചുറ്റളവ്. അപ്പോൾ ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം എന്തെന്ന് പറയാൻ, ഇത് ഒരു ചെറിയ പറമ്പാണെങ്കിലും കോമ്പസ് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ആംഗിള്, അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു ശരിക്കും ദർശനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വന്നു. ഞാൻ അതിനെ കോമ്പസ് വെച്ചിട്ട് പരമാവധി ഒരു ചെറിയ ചരിവ് അതിനകത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ കോമ്പസിനോട് അനുബന്ധിച്ചുള്ള ഒരു ദർശനമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ആദ്യത്തെ വാസ്തുപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു സ്ഥലം നമ്മൾ നോക്കി അതിൽ ഒരു വീട് എങ്ങനെ പണിയണം എന്നുള്ളത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ വീടിൻ്റെ ദർശനം ഒരു പ്രധാന ഘടകമാണ്. ഇതൊരു കുറഞ്ഞ സ്ഥലം ആയതുകൊണ്ട് ആദ്യം ഞാൻ അവിടെ സ്ഥലം വന്ന് പരിശോധിച്ച് അതിലൊരു കോമ്പസ് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ആംഗിളിലാണ് ആ വസ്തു കിടക്കുന്നുള്ളത്. അതിനെ പരമാവധി ആ കോമ്പസ് വെച്ചിട്ട് ഇതിൻ്റെ ദർശനം വടക്ക് വീടും തെക്കോട്ടുള്ള ഒരു ദർശനം കൊടുത്ത ഒരു കണക്കിലാണ് നമ്മൾ ആ വീടിൻ്റെ ബാക്കി പ്ലാനും കാര്യങ്ങളും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തമമായ ഒരു പ്ലാന് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത ഇതെന്ന് പറഞ്ഞാൽ ദ്വജേനിയാണ്. ദ്വജേനിയുടെ കണക്കാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചുറ്റളവ് ഞാൻ 67 കോൽ ചുറ്റളവാണ് എടുത്തിട്ടുള്ളത്. ദീർഘം 19 കോൽ 16 അങ്കുലവും 14.16 മീറ്ററും വിസ്താരം 13 കോൽ 20 അങ്കുലം അല്ലെങ്കിൽ 9.16 സെൻറ്റിമീറ്ററുമായിട്ടാണ് അതിൻ്റെ ദീർഘവിസ്താരമായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ചെറിയ വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. അതിന് ഉദാഹരണം കൂടിയാണ് ഈ വീട് ഞാൻ കാണിക്കാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ പറമ്പിൽ, അത് പ്രത്യേകിച്ച് ആ സ്ഥലത്തിൻ്റെ കോമ്പസ് വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ആംഗിളിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വരും. നമുക്ക് ആരെങ്കിലും നമ്മളൊരു വീട് പണിതിട്ട് ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇത് ദർശനം ശരിയല്ല, ഇതിൻ്റെ ദിക്ക് ശരിയല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ വീട് പണിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് വേണം, ശാസ്ത്രവിധിപ്രകാരം 100% നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ പരമാവധി നമുക്ക് ഒരു കോമ്പസ് വെച്ചിട്ട് അതിന് കൊടുക്കാവുന്നിടത്തോളം ഒരു ആംഗിൾ ടിൽറ്റ് നമുക്ക് കൊടുക്കാം. അതിന് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമുക്ക് 2 ചലനങ്ങളാണ് ഭൂമിക്കുള്ളത്. ഒന്ന് ദിവസവും ഉള്ള ദൈനംദിനമുള്ള ഒരു ചലനവും വർഷത്തിലൊരിക്കലുള്ള. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർഷത്തിലൊരിക്കൽ ചലനത്തെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് കോമ്പസ് വെച്ചിട്ട് ദിശ നമ്മൾ ക്രമീകരിക്കേണ്ടത്. നമുക്ക് വലിയ പറമ്പൊക്കെ ആണെങ്കിൽ കോമ്പസ് വെച്ചിട്ട് കൃത്യമായ ദിശ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പറമ്പിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു കോമ്പസ് വയ്ക്കുക. ആ കോമ്പസിൻ്റെ 0
ലൈനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒരു ഇത് വരാം. അത് 23.5 വരെ നമുക്ക് എടുക്കാവുന്നതാണ്. അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോഴും ഈ ദർശനം നോക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റല്ല. അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ ദർശനവും കറക്റ്റ് ചെയ്ത് പൂർത്തിയാക്കിയത്. വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഒരു ചെറിയ സിറ്റ് ഔട്ട് കാണാം. ആ സിറ്റ് ഔട്ടിൽ കയറുന്നത് മെയിൻ ഡോറിൻ്റെ നേരെയല്ല, നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ കിഴക്കോട്ട് ഇറങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് പടി കയറി സിറ്റ് ഔട്ടിൽ വരുന്നു. അവിടെ നിന്ന് നേരെ കാണുന്ന മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോർ കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഡ്രോയിങ് ഹാൾ. അതിൻ്റെ അളവെന്ന് പറയുമ്പോൾ 7x6 അങ്കുലവും വിസ്താരം 4x14 അങ്കുലം എന്നുള്ള കണക്ക്. എന്ന് വെച്ചാൽ 522 സെൻറ്റിമീറ്റർ ഇൻറ്റു 336 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു കണക്കിലാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നേരെ നമ്മൾ പോകുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ബെഡ്റൂമാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ്. അത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് ആ ഭാഗമാണ്. അവിടെ 5x14 അങ്കുലവും 4x14 അങ്കുലവും എന്നുള്ള ഒരു കണക്കിലാണ് ആ ബെഡ്റൂം അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഡ്രസ് ഏരിയയും ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ് ഏരിയ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നേരെ കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ആ ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ തന്നെയാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെഡ്റൂം, ഇതിൻ്റെ ഈ ഡൈനിങ് സ്പേസിൻ്റെ നേരെ എതിരെയായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ 5x14 അങ്കുലവും 4x14 അങ്കുലവും എന്ന് പറഞ്ഞാൽ 402 × 330 എന്നുള്ള ഒരു അളവാണ് ആ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ നേരെ കാണുന്നത് കിച്ചണാണ്. ഈ കിച്ചൺ നല്ല രീതിയിൽ, കാരണം ഇന്നത്തെ ആ ഒരു അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടിയ കിച്ചണാണ്. അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 5x14 അങ്കുലവും 4x14 എന്നുള്ള 330 × 402 എന്നുള്ള ചുറ്റളവുള്ള ഒരു കിച്ചണും അതിനോട് കൂടി ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സൗകര്യങ്ങൾ. ഇനി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം സ്റ്റെയർ കയറി വരുന്നിടത്ത് ഒരു ലിവിങ് സ്പേസ്, അത് കഴിഞ്ഞ് നേരെ ലിവിങ് ഹാളുണ്ട്. അത് 4x14 × 7x6 എന്നുള്ള കോലളവാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് താഴെ ഉള്ളതിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം മുകളിൽ വന്നിരിക്കുന്നത്. അത് 5x14 4x14 എന്നുള്ള അളവും അതിൻ്റെ സൗകര്യങ്ങളെല്ലാം താഴെ ഉള്ളതിൻ്റെ അതേപോലെ തന്നെ മുകളിലും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നേരെ മുകളിൽ തന്നെ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ആ അളവും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവും 5x14 × 4x14 402 × 330. അത് കഴിഞ്ഞ് ഈ സ്റ്റെയർ കഴിഞ്ഞ് വരുന്ന ഒരു പാസേജ് വന്നിട്ട് നേരെ വീണ്ടും ഒരു മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ ആ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ടോപ്പിൽ പോകാനായിട്ട്, എന്ന് വെച്ചാൽ റൂഫിലേക്ക് പോകാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് ഒരു സ്റ്റെയർ വന്നിട്ടുണ്ട്. ബാക്കി വരുന്നത് ശരിക്കും ഒരു റൂമായിട്ട് കാണിച്ചിരിക്കുന്നെങ്കിലും അത് വളരെ നല്ല രീതിയിൽ ഈ ഹെൽത്ത് ക്ലബ്ബ് അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു കവേർഡ് സ്പേസായിട്ട് റൂമായിട്ട് തന്നെയാണ് അതും നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയത്. ഇത്രയാണ് ഇതിൻ്റെ വാസ്തുപരമായിട്ട് അളവുകളും മറ്റു കാര്യങ്ങളും. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ അതിമനോഹരമായിട്ട് എന്ന് തന്നെ പറയുന്നു. ഇന്നത്തെ ഏറ്റവും നല്ല രീതിയിൽ ഒരു വീട് നമുക്ക് പരിമിതമായ സ്ഥല സൗകര്യത്ത് നമുക്ക് ഒരു നല്ല വീട് എങ്ങനെ പണിയാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എത്ര മനോഹരമായിട്ട് പണിയാൻ പറ്റും എന്നുള്ള ഈ വീടിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് ആദ്യം കാണുന്നത് ഒരു മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോറ് തന്നെ തേക്കും തടിയിൽ ഇതിൻ്റെ ഡിസൈനോട് അനുസരിച്ച് ഒരു നല്ല രണ്ടായിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഡോറ്. ആ മെയിൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഹോള്, അതിൽ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും. ഡ്രോയിങ് ഹാള് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
ഇൻസൈഡ് ഇൻറ്റീരിയർ മെഷർമെൻറ്റ്സ് അതിൻ്റെ വർക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അനുഭൂതി നമുക്ക് അവിടെ നിന്ന് ആ വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് നോക്കി കാണാൻ പറ്റും. സാധാരണ ഒരു ചൊല്ലുണ്ട്, ഒരു വീടിൻ്റെ പ്രൗഢിയും അതിൻ്റെ ഇതൊക്കെ കാണുന്നത് ആ വീടിൻ്റെ പുറമേയുള്ള കാഴ്ചയോടൊപ്പം തന്നെ ആദ്യം ചെന്ന് കയറുന്ന ഹാളിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ്. അതിൻ്റെ അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവം, അതിൻ്റെ രീതി, അവർ ഏത് തരത്തിലാണ് അവരുടെ എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന തരത്തിലായിരിക്കും നമ്മളൊരു നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് അത് ചെയ്യുന്നത്. ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഡ്രോയിങ് ഹാളിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ആയിരുന്നാലും ശരി, ഡൈനിങ്ങിൻ്റെ ഇൻറ്റീരിയർ ആയാലും ശരി. അപ്പോൾ ഡൈനിങ്ങിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അതിനകത്ത് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അനുബന്ധിച്ച് ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഡൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ. ആ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഫുൾ തേക്കൻ തടിയിൽ അതിൻ്റെ സ്റ്റെപ്പ് അടക്കം നമ്മൾ തേക്കൻ പലക ഉപയോഗിച്ച് പോളിഷ് ചെയ്ത് ടഫൻ്റെ ഗ്ലാസും കൂടെ ഇട്ട് പൂർത്തിയാക്കിയ ഒരു സ്റ്റെയറാണ്. അത് തന്നെ ഒരു ആകർഷണ കേന്ദ്രമാണ് ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് 2 ബെഡ്റൂമാണ് 2 സൈഡിലായിട്ടുള്ളത്. ആ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റും വ്യത്യസ്തമാണ്. അതിൽ ഉള്ള പിന്നെ ഇതുണ്ടല്ലോ, ഡ്രസ് ഏരിയയും ടോയ്ലറ്റും അത് വളരെ മനോഹരമായിട്ട് അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള കളർ കോമ്പിനേഷനും ഒക്കെ കൊടുത്ത് ആണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ടത് കിച്ചണാണ്. കിച്ചൺ അതുപോലെ തന്നെ ഇതിനോട് ഒരു പ്രൗഢി തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു മെയിൻ കിച്ചണും ഒരു വർക്ക് ഏരിയയും അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറും കൊടുത്താണ് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഒരു ഫാമിലി ലിവിങ് സ്പേസും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹെൽത്ത് ക്ലബും ഹെൽത്തിൻ്റെ ഒരു പോർഷൻ, ക്ലബിൻ്റെ ഒരു പോർഷനുമാണ് അതിലുള്ളത്. പിന്നെ വരുന്നത് ഈ സ്റ്റെയർ കറങ്ങി വരുമ്പോൾ അതിൻ്റെ നേരെ മുകളിൽ ഒരു പർഗോള നമ്മൾ കൊടുത്തിട്ട് അതിൽ ടഫൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ട് അത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് സ്പേസ് ശ്രദ്ധിക്കുക, അതിൻ്റെ ഇൻറ്റീരിയറും അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ ഓരോ ബെഡ്റൂമിലും അതിൻ്റേതായ രീതിയിലുള്ള കളർ പാറ്റേൺ കൊടുത്ത് അത് നന്നായിട്ട് അതിൻ്റെ ഡ്രസ്സ് വിത്ത് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പം ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലതിലുള്ള ക്വാളിറ്റി മെറ്റീരിയൽ, ക്ലോസറ്റ് ആയാലും വാഷ് ബേസിനായാലും ടൈൽസ് ആയാലും അതിൻ്റെ പാർട്ടീഷൻ വാള് അതൊക്കെ അതേപോലെ തന്നെ ഒരു നല്ല രീതിയിലാണ് അത് ചേർത്ത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ 2ാമത്തെ ബെഡ്റൂമും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ട് നോക്കിയാലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ, അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, സീലിംഗ് വർക്ക്, കളർ കോമ്പിനേഷൻ, പിന്നെ എഴുതാനുള്ള ടേബിൾ പൊസിഷൻ, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ വീടിനെ സംബന്ധിച്ച് വാസ്തുപരമായിട്ട് ചെയ്തെങ്കിലും ആധുനിക രീതിയിലുള്ള ഒരു സൗകര്യം ഉൾപ്പെടുത്തിയാണ് ഞാൻ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ പുറമേ ഉള്ള കാഴ്ചയിലേക്ക് പോകാം. ഒരു വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു വീടിൻ്റെ പണി, ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മളിതിനകത്ത് ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇതിനെ ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് ഒരു കനാലിൻ്റെ സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇടയ്ക്കൊക്കെ ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ അവിടെ കംപ്ലീറ്റ് ഈ വീട്ടിൻ്റെ ചുറ്റുപാടുമുള്ള വീടൊക്കെ പകുതിയോളം വെള്ളം കയറി പൊങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ വീട് ഞാൻ പണിതിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ തോടിൻ്റെ സൈഡിൽ കൂടിയുള്ള അതിൻ്റെ വീടിൻ്റെ പ്ലാൻ വെച്ചപ്പോൾ തന്നെ അതിനെ നമ്മൾ വെറുതെ പില്ലർ അടിച്ച് കോളം ഇട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാതെ അതിൻ്റെ ഒരു കോൺക്രീറ്റ് ആദ്യം പില്ലർ വെച്ചിട്ട് ഒരു 5 അടിയോളം 6 അടിയോളം പൊക്കത്തിന് ഒരു പില്ലർ കൊടുത്ത് അതിൽ ഒരു സ്ലാബ് വാർത്തിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് പ്ലിന്ത് ബീമിലല്ല നിൽക്കുന്നത്. അത് ഒരു കറക്റ്റായിട്ട് ഒരു ഫ്ലോറായിട്ട് അല്പം ചിലവ് കൂടി വന്നെങ്കിലും അതിൻ്റെ അടിവശം ഒരു 5 അടിയോളം താഴ്ചയുള്ള ഒരു സെല്ലാർ പോർഷനായിട്ട് ഒരു ഗോഡൗൺ പോലെ അത് ചെയ്തിട്ടുണ്ട്. അത് മറ്റാവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് പില്ലർ നിർത്തിയിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്ലാബ് വാർത്താണ് ഇതിൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ ഇത് കാണിച്ചാൽ മനസ്സിലാവും. പക്ഷെ പുറമേ നിന്ന് ഒരാളിന് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്ര
വളരെ വിദഗ്ധമായ രീതിയിലാണ് ഞാനത് പൂർത്തിയാക്കിയത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പിന്നെ നാളൊരു കാലത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈർപ്പം ഒന്നും വരാതെ നമുക്ക് ഇങ്ങനെയും കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീട്. അപ്പോൾ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പുറമേ ഇതിൻ്റെ എല്ലാം പണി പൂർത്തിയാകുമ്പോൾ ഒരാൾ പോലും ഇങ്ങനെ ഒരു സെല്ലാർ പോർഷനിൻ്റെ പുറത്താണ് ഈ വീട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ലയിപ്പിച്ചാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ എലിവേഷനിലേക്ക് പോവാം. എലിവേഷൻ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് പൂർത്തിയാക്കിയത്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു ആധുനിക ഒരു പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈൽ എന്തുകൊണ്ടാണ് പറയാം. കാരണം ഇതെല്ലാം ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പോയി ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റൈല് പറയുമ്പോൾ അത് ഇന്നതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന തരത്തിൽ ആണ് ഞാൻ ഇതിൻ്റെ ഓരോ നിർമ്മിതി എൻ്റെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞില്ല 21 പൂർത്തിയാക്കിയ ഒരു വീടാണ്. അതിൻ്റെ ഒരു മനോഹാരിത തന്നെ പറയണം. ഒരു ചെറിയ വീട്, ഒരു വെറും ഇത്രയും കുറഞ്ഞ ഒരു പ്ലോട്ടിൽ അത്രയും നല്ലൊരു വീട് ഇങ്ങനെ ഒരു എലിവേഷനോട് കൂടി നമുക്ക് പൂർത്തിയാക്കാനും അതിൻ്റെ മുറ്റത്ത് നമുക്കൊരു കാർ ഷെഡ് അത് അതിനോട് അനുയോജ്യമായ രീതിയിൽ ഇന്നത്തെ ഒരു രീതിയിലുള്ള ഒരു ഷീറ്റൊക്കെ വെറുതെ ഒരു ഷീറ്റ് ഇടാതെ അതും നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ കംപ്ലീറ്റ് ഷിംഗിൾസ് ആണ്, ഗ്രേ കളറിലുള്ള ഷിംഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഷിംഗിൾസും അതിൻ്റെ പെയിൻറ്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഗേറ്റ് മുതൽ എല്ലാം അതനുസരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊതുവെ പറഞ്ഞാൽ ഈ വീടിൻ്റെ വാസ്തുപരമായ കാര്യങ്ങൾ കൂടാതെ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ എല്ലാം തന്നെ ഉള്ള സ്ഥലത്ത് ആവശ്യത്തിനുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ചെടിയും ഒക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ആ പറമ്പിൽ പ്രശ്നം വരാത്ത രീതിയിൽ തൊട്ടടുത്ത ആ കനാലിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ വീട് പരിചയപ്പെടുത്തുന്നതിനോട് കൂടി ഞാൻ സുഹൃത്തുക്കളോട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു നിർമ്മാണ ശൈലി രൂപീകരിച്ച് അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും അതോടൊപ്പം ഒരു ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞത് അത് ഒരു കലയാണെന്നും അതൊരു ആർട്ടാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനും കൂടെ മനസ്സ് കൊടുത്ത് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ ഒരു കലാകാരൻ്റെ മനസ്സോടുകൂടി ആണ് നമ്മൾ ഇതിലേക്ക് നോക്കി കാണേണ്ടതെന്നോ ഞാൻ ഈ സമയം നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം വാസ്തുപരമായ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പരിചയപ്പെടുത്തലോടുകൂടി ഞാൻ നിങ്ങളുടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.